നോക്കൂ മക്കളുമാരെ ആ ചിത്രത്തിലേക്ക്. എന്തൊക്കെ കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക്? ആ, നോക്കിയേ, ഒരു വീടുണ്ടല്ലേ? ആ വീട്ടിൽ നിറയെ ആ കുറേ ജീവികളുണ്ട്. അതാ 2 മക്കളുണ്ട് അല്ലേ? 2 കുഞ്ഞു കുട്ടികൾ അവിടെ നിൽപ്പുണ്ട്. പിന്നെ അതാ പശുവുണ്ട്, പശുക്കുട്ടിയുണ്ട്, നായയുണ്ട്, നായ്ക്കുട്ടിയുണ്ട്, കോഴിയുണ്ട്, കോഴിക്കുഞ്ഞുങ്ങളുണ്ട്, ആ പൂവൻകോഴിയുണ്ട്, താറാവുണ്ട്, താറാക്കുഞ്ഞുങ്ങളുണ്ട്. അതാ മരത്തിലൊരു ആരുണ്ട്? ആ 3 മുട്ടകളുമായിട്ടൊരു കിളിയുണ്ടല്ലേ? നമുക്ക് നോക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാക്കകളുടെ ബഹളം? ഒരു കാക്കയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ അവരിങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതുപോലെ ഒരു കാക്കമ്മ എന്ത് ചെയ്യാണ്? അവിടുന്ന് ഫോൺ ചെയ്യുകയാണ്. എന്നിട്ട് വിളിക്കുകയാണ്, ഹലോ കൂട്ടുകാരെ കൂടി വിളിച്ചോളൂ. കാക്കാ. പുറത്ത് കാക്കകളുടെ ബഹളം. ഇമയും അമലും പുറത്തിറങ്ങി നോക്കി. കാക്കകളെ പേടിച്ച് മരപ്പൊത്തിൽ പതുങ്ങിയിരിക്കുകയാണ് കിളിക്കുഞ്ഞ്. ഇനി കാക്കകളെ പേടിച്ച് മരപ്പൊത്തിലൊരു കിളിക്കുഞ്ഞുണ്ട്. അതാ മരപ്പൊത്തിലൊരു കിളി. നമുക്കതിനെ അമ്മക്കിളിയുടെ അടുത്ത് എത്തിക്കാം. ഇമയും അമലും പറഞ്ഞു. നമുക്ക് ആ കിളിയെ രക്ഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് കിളിക്കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പോവുകയാണ് അവിടുന്ന് കേട്ടോ. കാക്കയും പൂച്ചയും ഒന്നും പിടിക്കാതെ നോക്കണം. അതെ, ശരിയാ. ഇവൾക്ക് ഒരു പേര് വേണ്ടേ? അവര് പേരിടുക കേട്ടോ. തിത്തിരി എന്ന് വിളിക്കാം. നമ്മളാ കിളിയെ എന്താ വിളിച്ചത്? തിത്തിരി. കിളിക്കുഞ്ഞിനെ പിടിക്കാൻ ലാലിപ്പൂച്ച പമ്മി പമ്മി എത്തി. പൂച്ച എന്ത് ചെയ്തു? കിളിക്കുഞ്ഞിനെ പിടിക്കാൻ പമ്മി പമ്മി എത്തി. പൂച്ചയെ ഓടിക്കാൻ അമൽ വടിയുമായി എത്തി. പോ പൂച്ചേ. അയ്യോ, തിത്തിരിയെ കാണുന്നില്ല. അവർ തിത്തിരിയെ തേടി നടന്നു. അലമാരയുടെ മുകളിലില്ല, കട്ടിലിന്റെ താഴെയില്ല, സോഫയുടെ മുന്നിലും പിന്നിലും ഇല്ല, പുറത്ത് എവിടെയും കാണുന്നില്ല. കളിവീടിന്റെ അകത്ത് നോക്കൂ. കിട്ടിപ്പോയി, വീടിന്റെ അകത്തുണ്ട്. എനിക്ക് അമ്മയെ കാണണം. പേടിക്കേണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. പെൺകുട്ടി കിളിയെ ആശ്വസിപ്പിച്ചു അല്ലേ? തിത്തിരി കിളി പൂച്ചയോട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ അമ്മയാണോ? എനിക്ക് 2 മക്കളുണ്ട്. നിന്നെപ്പോലെ അല്ലല്ലോ. ആണോ? പൂച്ചമ്മയുടെ കുട്ടികളെ പോലെയാണോ തിത്തിരി കിളിയുള്ളത്? അല്ല അല്ലേ? എത്ര മക്കളുണ്ട്? 2 മക്കള്. എത്ര മക്കളാ? 2. അവർ പശുവിൻ്റെ അടുത്തെത്തി. നിങ്ങളാണോ എൻ്റെ അമ്മ? എനിക്കൊരു കുഞ്ഞേ ഉള്ളൂ. എത്ര കുഞ്ഞുങ്ങളാ? 1. വഴിയിൽ പട്ടിയും കുഞ്ഞുങ്ങളും. നിങ്ങൾ എൻ്റെ അമ്മയാണോ? എനിക്ക് 5 മക്കൾ. നോക്കൂ, നിന്നെ പോലെയാണോ? എത്ര മക്കളാ? പട്ടിക്ക് 5 മക്കളുണ്ട്. 5. അവർ കോഴിയമ്മയുടെ കുടുംബത്തെയും കണ്ടു. ഇത് നിന്റെ കുഞ്ഞാണോ? എനിക്ക് 4 പേർ. ഈ കുഞ്ഞിനെ പോലെ അല്ല എൻ്റെ മക്കൾ. എത്ര മക്കളാ കോഴിയമ്മയ്ക്ക്? 4. എത്രയാണ്? 4. അങ്ങനെ അവർ കാക്കക്കൂടിനടുത്തെത്തി. ഈ കുഞ്ഞ് നിൻ്റേതാണോ? എൻ്റെ 3 മുട്ടകളാണ് ഉള്ളത്. അത് വിരിഞ്ഞിട്ടില്ല. ആരാ പറഞ്ഞേ? കാക്കമ്മ പറഞ്ഞു. എനിക്ക് 3 മുട്ടകളാ. എത്ര? 3 മുട്ടകൾ. അതാണേ വിരിഞ്ഞിട്ടുമില്ല. 3 അല്ലേ? 3. ഈ ചിത്രം നോക്കിയേ. ചിത്രത്തിൽ ആരൊക്കെയാണുള്ളത്? ഓരോന്നും എണ്ണി എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. എണ്ണി എഴുതിയാലോ മക്കളെ? നോക്കിയേ, ആദ്യം ആരാ നിൽക്കുന്നത്? ഒരു പശുക്കുട്ടി. എത്രയുണ്ട്? 1. പശുക്കുട്ടി എത്രയാ? 1. ഇനി നോക്കിയേ, ആ താറാ കുഞ്ഞുങ്ങൾ എത്രയുണ്ട്? നമുക്ക് എണ്ണാം. 1, 2, 3, 4. എത്രയുണ്ട്? 4. പട്ടിക്കുട്ടികൾ എത്രയുണ്ട്? 1, 2, 3, 4, 5. എത്രയുണ്ട്? 5 പട്ടിക്കുട്ടികൾ. പൂച്ചക്കുട്ടികൾ എത്രയുണ്ട്? 1, 2. എത്രയുണ്ട് മക്കൾമാരെ? 1, 2, 2. കാക്കക്കുഞ്ഞുങ്ങളോ? 1, 2, 3. എത്ര കുഞ്ഞുങ്ങളുണ്ട്? 3 കുഞ്ഞുങ്ങളല്ലേ? എത്രയാ? 3. നോക്കിയേ മക്കളെ ചിത്രത്തിലേക്ക്. 1, 4, 5, 2, 3. ഇവരെ നമുക്കൊന്ന് ഓർഡറിന് എഴുതിയാലോ? അല്ലേ? നമുക്ക് ഓർഡറിന് എഴുതാം. എങ്ങനെ എഴുതുക? 1, 2, 3, 4, 5. എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? 1, 2, 3, 4, 5. എങ്ങനെയാ? ഇമയും അമലും തിത്തിരിക്ക് ചിത്രപുസ്തകം കാണിച്ചു കൊടുത്തു. അവർ പാടി. എങ്ങനെയാ മക്കളെ അവർ തിത്തിരിക്ക് പാടിക്കൊടുത്തേ? 1-ാം താളിൽ എന്തുണ്ട്? 1-ാം താളിൽ ഒരു പൂച്ച. 1, 1, 1. എത്രയാ? 1-ാം താളിൽ ഒരു പൂച്ച അല്ലേ? 2-ാം താളിൽ എന്തുണ്ട്? 2-ാം താളിൽ 2 കിളി. 2, 2, 2. 2-ാം താളിൽ എത്ര കിളിയുണ്ട്? 2 കിളി. 3-ാം താളിൽ എന്തുണ്ട്?
മൂന്നാം താളിൽ മൂന്നു തത്ത, മൂന്നേ മൂന്നേ മൂന്നേ. മൂന്നാമത്തെ താളിൽ 3 തത്തമ്മയുണ്ടല്ലേ, 3. എത്രയാ? 3. നാലാം താളിൽ എന്തുണ്ട്? നാലാം താളിൽ 4 മൂങ്ങ. എത്ര മൂങ്ങയുണ്ട്? 4 4 4. 4 മൂങ്ങയുണ്ടല്ലേ. അഞ്ചാം താളിൽ എന്തുണ്ട്? അഞ്ചാം താളിൽ 5 മാങ്ങ. 5 5 5. എത്ര മാങ്ങയുണ്ട് മക്കളെ അഞ്ചാം താളിൽ? 5 മാങ്ങ. എത്ര മാങ്ങയാ? 5 അല്ലേ? ഇത് നമുക്ക് പാടി നോക്കിയാലേ മക്കളുമാരെ? ഒന്നാം താളിൽ എന്തുണ്ട്? ഒന്നാം താളിൽ ഒരു പൂച്ച, 1 1 1. രണ്ടാം താളിൽ എന്തുണ്ട്? രണ്ടാം താളിൽ 2 കിളി, 2 2 2. മൂന്നാം താളിൽ എന്തുണ്ട്? മൂന്നാം താളിൽ 3 തത്ത, 3 3 3. നാലാം താളിൽ എന്തുണ്ട്? നാലാം താളിൽ 4 മൂങ്ങ, 4 4 4. അഞ്ചാം താളിൽ എന്തുണ്ട്? അഞ്ചാം താളിൽ 5 മാങ്ങ, 5 5 5. അപ്പോൾ നമ്മൾ പഠിച്ചില്ലേ? 1 2 3 4 5. നോക്ക് മക്കൾ, നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടോ ഈ പാട്ട്? നല്ല പാട്ടല്ലേ? നല്ല പാട്ട്. ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടാവും കൂട്ടുകാർക്ക്. നമുക്ക് വിരൽ ചിത്രങ്ങൾ ഉണ്ടാക്കിയാലോ? വിരൽ എന്ത് ചെയ്യണം? നമ്മൾ ചായത്തിൽ മുക്കണം അല്ലേ? നമ്മുടെ വിരൽ ചായത്തിൽ മുക്കി പതിപ്പിച്ച് നമുക്ക് ചിത്രങ്ങൾ ഉണ്ടാക്കാം അല്ലേ? പേപ്പറിലേക്ക് പതിപ്പിക്കണം. എന്നിട്ട് അങ്ങനെ നമുക്കതിൽ ചിത്രങ്ങൾ വരയ്ക്കാം. ഒരു കോഴിക്കുഞ്ഞിനെ വരച്ച് വെച്ചേക്കുന്നു നോക്കൂ അല്ലേ? ഒരു കിളിക്കുഞ്ഞിനെ വരച്ച് വെച്ചേക്കുന്നു നോക്കൂ. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ളത്ര കിളികളെയോ പക്ഷികളെയോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് സാധനത്തിനെ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ വിരലുകൾ ഉപയോഗിച്ച് ചായത്തിൽ മുക്കി ചിത്രം വരയ്ക്കാൻ കഴിയും കേട്ടോ. നിങ്ങളപ്പോൾ ആദ്യത്തെ കോളത്തിൽ എത്ര എണ്ണം വേണം? 1, രണ്ടാമത്തെ 4 എണ്ണം വരയ്ക്കണം, പിന്നെ 5, പിന്നെ 2, പിന്നെ 3. അങ്ങനെ നമുക്ക് ഈ വിരലുകൾ ഇങ്ങനെ ചേർത്ത് വെച്ച് വരച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പുഴുവിനെ ഉണ്ടാക്കാൻ കഴിയും അല്ലേ? അങ്ങനെ ഒരു ചിത്രം വരച്ചെടുക്കാൻ കഴിയും. അതിൽ നമ്മൾ 1 2 3 4 5 എന്നിങ്ങനെ എഴുതി കൊടുക്കണം. ഇഷ്ടപ്പെട്ടോ മക്കളും? ഈ ചിത്രം നോക്കിയേ. ചിത്രത്തിൽ എന്തെല്ലാം കാണുന്നുണ്ടല്ലേ? താറാവുണ്ട്, കുട്ടികളുണ്ട്, കോഴിക്കുഞ്ഞുങ്ങളുണ്ട്, താറാക്കുഞ്ഞുങ്ങളുണ്ട്. ആ ചിത്രം നോക്കി നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ കഴിയും? കോഴികളുടെ കൂട്ടത്തിൽ ഒരു വലിയ കോഴിയുണ്ട് അല്ലേ? താറാവിൻ്റെ കൂട്ടത്തിൽ 2 വലിയ താറാവുകളുണ്ട് അല്ലേ മക്കളുമാരെ? ശരിയല്ലേ? കൂട്ടം കൂട്ടിയാൽ നോക്കാം നമുക്ക്. ചിത്രം നോക്കൂ, പറയൂ, എഴുതൂ. അമ്മ താറാവിൻ്റെ മുന്നിൽ എത്ര കുഞ്ഞുങ്ങളുണ്ട് മക്കളുമാരെ? നോക്കിയേ. 1 2. ചിത്രത്തിലേക്ക് നോക്ക്, 2 കുഞ്ഞുങ്ങൾ. പിന്നിൽ എത്ര പേരുണ്ട്? 1 2 3. എത്ര പേരാ മക്കളുമാരെ? 3. അങ്ങനെ മൊത്തം എത്ര? 2ഉം 3ഉം 5. എത്ര മക്കളുമാരാ? 5 മക്കളുണ്ടല്ലേ? 2 കുഞ്ഞ് ഒപ്പം നടന്നെത്തി. 2 കുഞ്ഞു അമ്മത്താറാവിൻ്റെ ഒപ്പം നടന്നെത്തി. 1 പിന്നിലായി. മുന്നിലപ്പോൾ എത്ര കുഞ്ഞുങ്ങളുണ്ട്? 2. ഒപ്പം എത്ര കുഞ്ഞുങ്ങളുണ്ട്? 2. എത്ര കുഞ്ഞുങ്ങളാണ് പിന്നിലുള്ളത്? 1. അപ്പോൾ 2ഉം 2ഉം 1ഉം കൂടി എത്രയാ മക്കളുമാരെ? 5 പേര് അല്ലേ മക്കളുമാരെ? 5 പേരുണ്ടല്ലേ? അയ്യോ, അമ്മ താറാവിൻ്റെ ഒപ്പം നടന്ന 2 കുഞ്ഞ് മുന്നിലെത്തി കേട്ടോ. അപ്പം മുന്നിൽ എത്ര പേരുണ്ട്? മുന്നിൽ 1 2 3 4 പേര് മുന്നിൽ വന്നിട്ടുണ്ട്. പിന്നിൽ എത്ര പേരുണ്ട് മക്കളുമാരെ? ഒരാൾ അല്ലേ? അങ്ങനെ 4ഉം 1ഉം ചേർന്നാൽ എത്രയായി മക്കളുമാരെ? 5. അപ്പോൾ നമ്മൾ കൂട്ടാൻ പഠിച്ചു അല്ലേ? എങ്ങനെയാ? 2ഉം 3ഉം ചേർന്നപ്പോൾ 5 കുഞ്ഞുങ്ങൾ. അതുപോലെയോ 2ഉം 2ഉം 1ഉം ചേർന്നപ്പോഴും 5 കുഞ്ഞുങ്ങൾ. അതുപോലെ 4ഉം 1ഉം ചേർന്നപ്പോഴും 5 അല്ലേ? നമുക്ക് 5. അമ്മലും ഇമയും തിത്തിരിയും പൂന്തോട്ടത്തിലേക്ക് നടന്നു. അതാ കണ്ട ഒരു പൂന്തോട്ടം. ഒരു പൂന്തോട്ടത്തിലേക്ക് ആ കിളിക്കുഞ്ഞിനെയും കൊണ്ട് പോയി അല്ലേ? എണ്ണാം, എഴുതാം. നോക്കിക്കേ, ആ പൂന്തോട്ടത്തിലേക്ക് എത്ര പൂക്കളുണ്ട്? ഒന്ന് പറഞ്ഞേ, എത്ര ശംഖുപുഷ്പമുണ്ട്? എത്രയാ? 1 2 3 4. 4 പൂക്കളുണ്ടല്ലേ? എത്ര ആമ്പൽപ്പൂക്കളുണ്ട് മക്കളെ? 1 2 3 4 5. 5 പേരുണ്ടല്ലേ? ചെമ്പരത്തിപ്പൂവോ? 1. എത്ര ചെണ്ടുമല്ലിയുണ്ട്? 1 2. 2 പേരുണ്ടല്ലേ? എത്ര മുക്കുറ്റിപ്പൂവുണ്ട്? മുക്കുറ്റിപ്പൂ 1 2 3 പേരല്ലേ? 3 മുക്കുറ്റിപ്പൂ നമ്മൾ കണ്ടു അല്ലേ? ഓക്കെ, നമുക്കൊരു പാട്ട് പോലെ പാടിയാലോ? നിങ്ങൾ ആ നമ്പർ അവിടെ എഴുതണം കേട്ടോ. അക്കങ്ങൾ അവിടെ എഴുതണം.
എത്രയാ പൂക്കളെന്ന് വെച്ചാൽ അതിൻ്റെ അക്കങ്ങൾ അവിടെ എഴുതണം കേട്ടോ. പാടിയാലോ മക്കളുമാരെ? ചന്തത്തിൽ ചുവപ്പുള്ള ചെമ്പരത്തി ഒന്ന്. എത്രയാ ചെമ്പരത്തി? ഒന്ന്. അവിടെ നമ്മൾ ഒന്ന് എഴുതണം. ഓറഞ്ചിൻ നിറമുള്ള ചെണ്ടുമല്ലി രണ്ട്. എത്രയാ? രണ്ട്. മഞ്ഞ നിറം ചൂടി വരും മുക്കുറ്റിപ്പൂ മൂന്ന്. എത്രയാ? മുക്കുറ്റിപ്പൂ മൂന്ന്. അഴകുള്ള കരിനീല ശംഖുപുഷ്പം നാല്. എത്രയാ മക്കളുമാരെ? നാല്. വെള്ളത്തിൽ പൊങ്ങി നിൽക്കും വെള്ളാമ്പൽ അഞ്ച്. എത്രയാ മക്കളുമാരെ? ആമ്പൽപ്പൂ. 5 ആമ്പൽപ്പൂ അല്ലേ? അപ്പോൾ എത്രയൊക്കെയാ? ചെമ്പരത്തിപ്പൂ 1, ചെണ്ടുമല്ലി 2, മുക്കുറ്റിപ്പൂ 3, ശംഖുപുഷ്പം 4, ആമ്പൽപ്പൂ 5. മനസ്സിലായി? അപ്പോൾ നമുക്ക് എണ്ണിയാലോ? 1, 2, 3, 4, 5 അല്ലേ മക്കളുമാരെ? കളിക്കൂട്ടുകാർ നോക്കൂ മക്കളുമാരെ. അവരുടെ കൂട്ടുകാർ വരുന്നുണ്ട്. റയാനും ആവണിയും അല്ലേ? റയാനും ആവണിയും വരുന്നുണ്ട്. തിത്തിരിയെ കാണിച്ചു കൊടുക്കണം. തിത്തിരിക്കിളിയെ കാണാൻ റയാനും ആവണിയും എത്തി. എനിക്ക് കാണാനാവില്ലല്ലോ. തൊട്ട് നോക്കട്ടെ. റയാൻ എന്ത് പറ്റില്ല? കാണാൻ കഴിയില്ല അല്ലേ? റയാനെ നോക്കിയേ നിങ്ങൾക്കത് മനസ്സിലാവില്ലേ? റയാൻ്റെ കയ്യിലൊരു വൈറ്റ് കെയിനുണ്ട്. ഒരു കണ്ണടയും വെച്ചിട്ടുണ്ടല്ലേ, കറുത്ത കണ്ണട. അവന് കണ്ണ് കാണില്ല അല്ലേ? അവൻ തിത്തിരിയെ തൊട്ടു നോക്കി. അവന് കാണാൻ പറ്റുമോ മക്കളുമാരെ? ഇല്ലല്ലോ. അവൻ തിത്തിരിയെ തൊട്ടു നോക്കി. നല്ല മിനുസം റയാൻ പറഞ്ഞു. തിത്തിരിയെ തൊട്ട് നോക്കിയിട്ട് റയാൻ എന്താ മക്കളുമാരെ പറഞ്ഞേ? നല്ല മിനുസം. കഷ്ടമല്ലേ? പാവം കുട്ടി, കണ്ണ് കാണാൻ കഴിയില്ല. അവൻ എന്താ തൊട്ട് നോക്കിയാണ് മനസ്സിലാക്കുന്നത് അല്ലേ? നല്ല മിനുസം ഉണ്ടെന്ന് അവന് തൊട്ടപ്പോൾ മനസ്സിലായി. കിളിക്കുഞ്ഞിനെ നല്ല മിനുസമുണ്ടെന്നാണ് റയാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടോ? കണ്ണ് കാണാൻ കഴിയാത്ത കൂട്ടുകാർ. അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഹെൽപ്പ് ചെയ്യണം അല്ലേ? അമൽ കളിപ്പാട്ടങ്ങൾ കൊണ്ടുവന്നു. ഒരേപോലുള്ളവ കൂട്ടങ്ങളാക്കി. അവർ കണ്ടോ കളിപ്പാട്ടം വെച്ച് കളിക്കുന്നത്? ഒരേപോലുള്ളവയെല്ലാം അവർ കൂട്ടങ്ങളാക്കി. ഒരേ എണ്ണമുള്ള കളിപ്പാട്ടങ്ങൾ ഏതൊക്കെയാ? എണ്ണി എഴുതൂ. പമ്പരം, കളിവണ്ടി, ചെണ്ട, വിസിൽ, ബാറ്റ്, റോബോട്ട്, പന്ത്, ഇങ്ങനെയൊക്കെ ഉള്ള കളിപ്പാട്ടങ്ങൾ അവർ കൊണ്ടുവന്നേ അല്ലേ? ഇത് എത്ര എണ്ണം വീതം ഉണ്ടെന്ന് ഒരേപോലുള്ളവയെല്ലാം കൂട്ടങ്ങളാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എണ്ണി എഴുതിയാലോ മക്കളുമാരെ? പമ്പരം എത്രയുണ്ട് മക്കളുമാരെ? പമ്പരം 1, 2. എത്ര പമ്പരമുണ്ട്? 2 പമ്പരം. കളിവണ്ടി എത്രയുണ്ട് മക്കളുമാരെ? 1, 2. 2 കളിവണ്ടിയേ ഉള്ളൂ അല്ലേ? ഇനിയോ ചെണ്ട എത്രയുണ്ട്? ചെണ്ട 1. എത്ര ചെണ്ടയുണ്ട് മോനെ? 1. വിസിൽ എത്രയുണ്ട് മക്കളുമാരെ? വിസിൽ 1, 2, 3, 4, 5. എത്ര വിസിലുണ്ട്? 5. ബാറ്റ് എത്രയുണ്ട് മക്കളുമാരെ? 1, 2 ബാറ്റ് ഉണ്ട് അല്ലേ? 2 ബാറ്റ്. റോബോട്ട് എത്രയുണ്ട്? റോബോട്ട് 1, 2 റോബോട്ടുണ്ട്. 2 റോബോട്ട്. പിന്നെ പന്ത് എത്രയുണ്ട്? 1, 2, 3 പന്തുണ്ടല്ലേ? 3 പന്ത്. ഇനി എണ്ണാനുള്ള ഏത് കളിപ്പാട്ടോ മക്കളുമാരെ? ഇനി നമ്മൾ എണ്ണാനുള്ളത് ഏത് കളിപ്പാട്ടോ? പാവയുണ്ടല്ലേ? 1, 2, 3, 4. പാവയുണ്ട്. പാവാന്ന് എഴുതണം അവിടെ നമ്മൾ. പാവ. ഇനി എണ്ണാനുള്ള ഏത് കളിപ്പാട്ടോ? പാവ. എത്രയുണ്ട്? 1, 2, 3, 4. എത്ര പാവ കളിപ്പാട്ടങ്ങളുണ്ട്? 4. എല്ലാവരും ഒരേ എണ്ണമാണോ എഴുതിയത്? നോക്കട്ടെ. എല്ലാവരും ഒരേ എണ്ണമാണ് എഴുതിയത്. 4 അല്ലേ? 4 പാവകളുണ്ട്. ഓക്കേ. മക്കളുമാരെ, 1 എങ്ങനെ എഴുതും? ആരാ ചോദിക്കുന്നേ? റയാൻ. റയാൻ എന്ത് കാണില്ല? കണ്ണ് കാണില്ല അല്ലേ? റയാൻ അപ്പോൾ കാണാൻ കഴിയുമോ 1 എങ്ങനെ എഴുതുന്നതെന്ന്? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? റയാനെ 1 എങ്ങനെ എഴുതുന്നതെന്നൊരു പാട്ടിലൂടെ ആര് പഠിപ്പിക്കുന്നുണ്ട്? നമ്മുടെ മോള് പഠിപ്പിക്കുന്നുണ്ട്. 1 എങ്ങനെ എഴുതാം? 1 ഇങ്ങനെ എഴുതാം. വളവും വേണ്ട, തിരിവും വേണ്ട, ചരിവും വേണ്ട, കുനിവും വേണ്ട, കുത്തനെ ഒരു വര, കുറിയ വര, ഒന്നായി നന്നായി, ഒന്നായി നിന്നാൽ നന്നായി. ഇതാരുടെ കവിതയാ? കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയാ. ഈ കവിതയാണ് മോള് ചൊല്ലിക്കൊടുത്തത് അല്ലേ? ആർക്ക്? റയാന് ചൊല്ലിക്കൊടുത്തു അല്ലേ? റയാന് 1 എങ്ങനെയാണ് എഴുതുന്നതെന്ന് അറിയില്ല. അപ്പം അവന് വേണ്ടിയിട്ട് മോള് ചൊല്ലിക്കൊടുത്താണ്. 1 എങ്ങനെ എഴുതാം? 1 ഇങ്ങനെ എഴുതാം. വളവും വേണ്ട, തിരിവും വേണ്ട, ചരിവും വേണ്ട, കുനിവും വേണ്ട, കുത്തനെ ഒരു വര, കുറിയ വര, ഒന്നായി നന്നായി, ഒന്നായി നിന്നാൽ നന്നായി എന്ന് പറയുന്നത് ആരാ? കുഞ്ഞുണ്ണി മാഷാട്ടോ. അപ്പോൾ ഇനി 2 എഴുതാൻ പോവുകയാണല്ലേ? 2 പഠിക്കുന്നത് എങ്ങനെയാ അവർ? മണൽ ചിത്രത്തിലൂടെ വിരലോടിക്കാൻ പറഞ്ഞു അല്ലേ? റയാൻ മണൽ കടലാസിലൂടെ വിരലോടിച്ചു.
അപ്പോൾ റയാന് മനസ്സിലായി. ഇമേ ഇപ്പം മനസ്സിലായി എനിക്ക് അല്ലേ? എങ്ങനെയാ? രണ്ടെങ്ങനെയാ എഴുതണ്ടേന്ന് മനസ്സിലായി. മണൽ ചിത്രത്തിലൂടെ ഇങ്ങനെ വിരലോടിച്ചു. അപ്പോൾ രണ്ട് എഴുതുന്നത് എങ്ങനെയാണെന്ന് റയാന് മനസ്സിലായി. ഇമ എങ്ങനെയാ റയാനെ പഠിപ്പിച്ചത്? മണൽ ചിത്രത്തിലൂടെയാണ് രണ്ട് എഴുതാൻ പഠിപ്പിച്ചത്. നിങ്ങളും ഇങ്ങനെയുള്ള കൂട്ടുകാരെ ഇങ്ങനെ വേണം പഠിപ്പിക്കാൻ കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാരെ ഇങ്ങനെയൊക്കെയല്ലേ സഹായിക്കേണ്ടത്. അപ്പോഴാണ് പുറത്ത് നിന്ന് ഒരു കിളിയുടെ കരച്ചിൽ കേട്ടത്. അവർ മുറ്റത്ത് ചെന്ന് നോക്കി. ഇതാ നിന്റെ അമ്മ മോളെ, അമ്മേ, കണ്ടോ? മോളെ, ഇതാ നിന്റെ അമ്മ. കുട്ടികൾ പറഞ്ഞു ഇതാ നിന്റെ അമ്മ. അപ്പോൾ തിത്തിരിക്കിളി അമ്മയെ കണ്ടു അല്ലേ? തിത്തിരിക്കിളി മനസ്സോടെ അമ്മയോടൊപ്പം പോയി. ഞാൻ നാളെ വരാം കേട്ടോ, ടാറ്റാ. അവൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് അവളുടെ അമ്മയെ തിരികെ കിട്ടിയല്ലേ? ആ കുട്ടികൾ അവളുടെ അമ്മയെ തിരികെ കണ്ടുപിടിച്ച് കൊടുത്തു. അങ്ങനെ തിത്തിരിക്കിളി അമ്മയുടെ കൂടെ പോയി. നാളെ വരാം കേട്ടോ, ടാറ്റാ ഇങ്ങനെ പറഞ്ഞിട്ട് പോയി. നിങ്ങൾ ചിത്രം കാണുന്നുണ്ടോ? പൂക്കൾ കാണുന്നുണ്ടല്ലേ? പൂക്കൾക്ക് അകത്ത് നോക്കിയേ, ഒരു സംഖ്യ കാണുന്നില്ലേ? അവിടെ നോക്കിയേ, 2. ഒരു പൂവിനകത്ത് 2 കണ്ടു. അവിടെ നോക്കി 2 ഇല വരയ്ക്കണം. ഒരു പൂവിനകത്ത് 5 എന്നുണ്ട്. 5 എന്ന സംഖ്യയുണ്ട്. അപ്പോൾ നമ്മൾ 5 ഇല വരയ്ക്കണം അവിടെ. ഒരു പൂവിൽ 3, അവിടെ നമ്മൾ 3 ഇല. അടുത്തതിലോ 4 ഇല വരയ്ക്കണം അല്ലേ? ഒരേ എണ്ണമുള്ള കൂട്ടങ്ങൾ ഏതെല്ലാം? ചേർത്ത് വരയ്ക്കൂ. ഒരേ എണ്ണമുള്ള കൂട്ടങ്ങൾ ഏതൊക്കെയാണ് മക്കളുമാരെ? ഒന്ന് എണ്ണി നോക്കിയേ. ആദ്യത്തെ കൂട്ടം നോക്കാം നമുക്ക്. 1, 2, 3, 4. അവർ 4 പേര്. 1, 2, 3, 4, 5. അടുത്ത കൂട്ടത്തിലോ 5 പേര്. അടുത്ത കൂട്ടത്തിലോ 1, 2, 3, 4. 4. അപ്പോൾ ഏതൊക്കെ കൂട്ടങ്ങളാണ് മക്കളുമാരെ ചേർത്ത് വരയ്ക്കേണ്ടത്? ഈ ഒന്നാമത്തെയും ഈ മൂന്നാമത്തെയും കൂട്ടമാണ് ചേർത്ത് വരയ്ക്കേണ്ടത് അല്ലേ? അവർ 4 പേര് വീതേ ഉള്ളൂ കൊക്കുകൾ അല്ലേ മക്കളുമാരെ? വരച്ചാട്ടെ. അടുത്ത ചിത്രം നോക്കൂ മക്കളുമാരെ. എണ്ണം നോക്കി കളത്തിൽ അതേ നിറം കൊടുക്കണേ. 1 എന്നുള്ളവർക്ക് വയലറ്റ്, 2 പക്ഷികളുള്ളവർക്ക് പച്ച, 3 ചുവപ്പ്, 4 കടും നീല അല്ലേ? അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ. 5 നീല. അപ്പോൾ നമുക്ക് നിറം കൊടുത്താലോ? ഒരു കിളിക്ക് നമുക്ക് എന്ത് കൊടുക്കണം? വയലറ്റ് നിറം കൊടുക്കണം. പച്ച നിറം കൊടുക്കേണ്ട എത്ര പേർക്കാ മക്കളുമാരെ? 2 പേരുള്ളവർക്ക്. ചുവപ്പോ 3. കടും നീല ആർക്ക് കൊടുക്കണം? 4 പേരുള്ളവർക്ക് കൊടുക്കണം അല്ലേ? ഈ കൂട്ടത്തിന് കൊടുക്കണം. നീലയോ 5 പേരുള്ളവർക്ക് നീല നിറം കൊടുക്കണം. ഏത് നിറമുള്ളതാണ് കൂടുതൽ? നിങ്ങൾ പറഞ്ഞേ, ഏത് നിറമുള്ളതാ കൂടുതൽ? 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ 5 ആണോ? ആരാ കൂടുതലുള്ളത്? 5 കിളികളല്ലേ കൂടുതലുള്ളത്? 1, 2, 3, 4, 5. അപ്പോൾ നീല നിറമുള്ളവരാണ് കൂടുതൽ. ഏത് നിറമുള്ളതാണ് കൂടുതൽ? നീല. നീല എങ്ങനെ എഴുതുക? എഴുതി ഈയുടെ ചിഹ്നം അല്ലേ? അല്ല, നീല. എത്രയാ? 5. എത്രയാ? 5. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയിലേക്ക് എഴുതാൻ അറിയോ? നമ്മൾ നേരത്തെ എങ്ങനെയാണ് എഴുതിയത്? പറഞ്ഞ മക്കൾ. 1, 2, 3, 4, 5 ഈ ഓർഡറിലാണ് നമ്മൾ എഴുതിയതല്ലേ? ഇനി നമുക്ക് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയിലേക്ക് എഴുതണം. ഇവരെ നോക്കിയാൽ നമുക്കറിയാലോ അല്ലേ? നോക്കിയേ, വലിയ സംഖ്യ ആരാ? 5 കിളി. 5. പിന്നെയോ അതിൽ കുറവാരാ? 4. 4. പിന്നെ ആരാ? 3. പിന്നെയോ 2. പിന്നെ അവസാനം ആര് വരും? 1 കിളി. 1. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 5, 4, 3, 2, 1 അല്ലേ? വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സംഖ്യയിലേക്ക് എഴുതാനാണ് പറയുന്നത് അല്ലേ? വലുതിൽ നിന്ന് ചെറുതിലേക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 5, 4, 3, 2, 1. നേരത്തെ എഴുതിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ മക്കളുമാരെ? മനസ്സിലായോ നിങ്ങൾക്ക്?